ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ട് റിജക്റ്റ് ആവും, അതുപോലെ തന്നെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ RRB റിജക്ട് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണത്തിന് ഏറ്റവും ആദ്യം അവർ പറഞ്ഞിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഒരേ RRB അല്ലെങ്കിൽ മൾട്ടിപ്പിൾ RRBയിൽ ഒരാൾ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്ട് ആവാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ചെന്നൈ സോണിൽ പോയിട്ട് 2 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ രണ്ടും ഓട്ടോമാറ്റിക്കലി റിജക്ട് ആവും. അതല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആദ്യം സമർപ്പിച്ച ആപ്ലിക്കേഷൻ സക്സസ് ആവും, മറ്റേത് റിജക്ട് ആവും, അങ്ങനെയല്ല. 2 ആപ്ലിക്കേഷനും എന്ത് ചെയ്യും, റിജക്റ്റ് ആയി പോകുന്നതാണ്. ഇനി മറിച്ച് നിങ്ങൾ ചെന്നൈയിലും ഗുവാഹട്ടിയിലും 2 സോണുകളിൽ ഒരേ വ്യക്തി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ആ 2 ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവുകയും ചെയ്യും. പോരാത്തതിന് നിങ്ങൾക്ക് DBAR കിട്ടാൻ വരെ സാധ്യതയുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സോണിൽ മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നിലധികം സോണുകളിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ പലരും നിലവിൽ ചെയ്തിരിക്കുന്ന പരിപാടി എനിക്കറിയാം, സെൽഫി വരെ എടുത്ത് അപ്ലോഡ് ചെയ്ത ആളുകളുണ്ട്. RRB അത് ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആപ്ലിക്കേഷന്റെ കൺഫർമേഷൻ സ്റ്റാറ്റസിനായിട്ട് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അവിടെ വ്യക്തമായിട്ട് എടുത്ത് കാണിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ അവിടെ റിജക്റ്റഡ് എന്ന്. ആ സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, അത് റിജക്റ്റഡ് തന്നെയാണ്. വേറെ ഒരു ഓപ്ഷനും അതിന് മുന്നിലില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെ വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കുക, നിങ്ങളുടെ ലൈവ് ഫോട്ടോ ക്യാപ്ചർ ഒന്നുകൂടി കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുക. കൃത്യമായിട്ട് ലൈവ് ഫോട്ടോ ക്യാപ്ചർ എങ്ങനെയാണ് എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ഒരു ലൈവ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക. പലരുടെയും ബാക്ക്ഗ്രൗണ്ട് വേറെയാണ്, പലരുടെയും പോസ് ചെരിഞ്ഞു നിൽക്കുന്നതാണ്, പല രീതിയിലുള്ള കുഴപ്പങ്ങളുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്തതായിട്ട് നമുക്ക് തന്നെ പിള്ളേർ അയച്ചു തന്നിട്ടുണ്ട്. ആ ഫോട്ടോയ്ക്ക് സ്പോട്ടിൽ റിജക്റ്റ് ആയി പോകുന്നതാണ്. അപ്പോൾ കറക്ഷൻ വിൻഡോ വരുമ്പോൾ ഫോട്ടോ പ്രോപ്പർ ആയിട്ട് കറക്ഷൻ കൊടുക്കുക. അതേ പരിപാടി തന്നെയാണ് നിങ്ങളുടെ സിഗ്നേച്ചറിന്റെ കാര്യത്തിലും ചെയ്തേക്കുന്നത്. സിഗ്നേച്ചർ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോകും. അപ്പോൾ നിലവിൽ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞവരാണെന്ന് നിങ്ങളെങ്കിൽ കറക്ഷൻ വിൻഡോ വരുമ്പോൾ കൃത്യമായിട്ടുള്ള സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതല്ലാതുണ്ടെങ്കിൽ റിജക്റ്റ് ആകാൻ പോകുന്ന മറ്റൊരു റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും DBAR ചെയ്ത ലിസ്റ്റിൽ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വാഭാവികമായിട്ടും റിജക്റ്റ് ആയി പോകുന്നതാണ്. അതായത് നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാൽ പ്രാക്ടീസ് കാണിച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ RRBസിൽ അപ്ലൈ ചെയ്തിട്ടോ ഏതെങ്കിലും രീതിയിൽ DBAR കിട്ടിയിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിലവിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് റിജക്റ്റ് ആയിട്ട് പോകുന്നതാണ്. ഇനി മറ്റൊരു സംഭവം, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, any deviations listed in the above paragraph of 19(1) which are found during application scrutiny stage before or after the issue of e-call letter for CBT, PET or during the document verification. സിംപിളി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ, CBT സ്റ്റേജിലോ ഫിസിക്കലിന്റെയോ മെഡിക്കലിന്റെയോ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെയോ സ്റ്റേജിൽ നിങ്ങൾ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ DBAR ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ അച്ഛന്റെ പേര് തെറ്റിച്ച് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇനീഷ്യൽ തെറ്റായിരുന്നുകൊണ്ടോ നിങ്ങളുടെ അഡ്രസ്സ് തെറ്റായിരുന്നുകൊണ്ടോ ഈ കാരണങ്ങൾ കൊണ്ടൊന്നും എന്ത് ചെയ്തില്ല, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് പോവില്ല. ഇപ്പോൾ മറിച്ച് റിജക്റ്റ് ആയി പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് SSLC ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് വിചാരിക്കുക, നിങ്ങളുടെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഒരു ഫേക്ക് നമ്പറൊക്കെ അടിച്ച് കൊടുത്തിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആയി പോകുന്നുണ്ട്. അതല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങളുടെ 10th ലെവലിന്റെ മാർക്ക് തെറ്റാണ്, റിജക്റ്റ് ആയി പോകില്ല. ഡിഗ്രി ലെവലിന്റെ മാർക്ക് തെറ്റാണ്, റിജക്റ്റ് ആയി പോകില്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ടൊന്നും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് പോവില്ല. അതുപോലെ തന്നെ പേരിലെ മിസ്റ്റേക്കുകൾ ഞാൻ ആപ്ലിക്കേഷന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ SSLC സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ സബ്മിറ്റ് ചെയ്യുക. ആ SSLC സർട്ടിഫിക്കറ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ നിങ്ങൾ നിലവിലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസിൽ ഉണ്ട് എന്നാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും. അപ്പൊ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ തെറ്റാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെയ്യുക. അതല്ലാത്ത പക്ഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് വരും. ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നൊരു സ്റ്റേജ് ഉണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, അത് പൂർണ്ണമായിട്ടും കാണുക. അതിലെടുത്ത് ഞാൻ പറയുന്നുണ്ട്, അതായത് എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അഫിഡവിറ്റ് കൊടുത്തിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജിൽ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അത് ഓർത്ത് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിലവിൽ SSLC സർട്ടിഫിക്കറ്റ് പോലെ അല്ല നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇനി റിജക്റ്റ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ
അത് നിങ്ങളുടെ സൈറ്റിൽ പോയി കഴിയുമ്പോൾ മനസ്സിലാവാനായിട്ട് പറ്റും. അതായത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് RRB പുറത്തിറക്കും. ആ ഒരു നോട്ടീസ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ പോയിട്ട് ഗ്രൂപ്പ് ഡി എക്സാമിനേഷന്റെ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് കാണാനായിട്ട് പറ്റും. ഇത് നമ്മുടെ കറക്ഷൻ വിൻഡോ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞ് എല്ലാ കറക്ഷൻസിനുള്ള അവസരം നമുക്ക് ഒരുക്കിയതിന് ശേഷം മാത്രമേ എന്ത് വരുള്ളൂ, ഈ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ ഓപ്ഷൻ നമുക്ക് പ്രൊഫൈലിലേക്ക് വരുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയെന്ന് പറഞ്ഞ കാശൊന്നും തിരിച്ചു കിട്ടില്ല. അതായത് റീഫണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റിയില്ലല്ലോ സോ ക്യാഷ് തിരിച്ചു കിട്ടും, അങ്ങനെയൊന്നുമില്ല. ആപ്ലിക്കേഷൻ ഫീ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ്. അതിൽ നിന്ന് റീഫണ്ട് ഒന്നും ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ SMS-ലൂടെയും ഇമെയിലിലൂടെയും എന്തറിയിക്കുന്നതാണ്, എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ വരുന്നിട്ടുണ്ടെങ്കിൽ അവർ അറിയിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിലോ സക്സസ് ആയി പോയിട്ടുണ്ടെങ്കിലോ SMS അല്ലെങ്കിൽ ഇമെയിൽ വഴി നിങ്ങൾക്ക് ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണെന്ന് പറയുന്നുണ്ട്. അതല്ലാതെ പോസ്റ്റ് വഴി ഒരിക്കലും വരില്ല. SMS-ഓ ഇമെയിലോ വഴി മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ മനസ്സിലാക്കിയിരിക്കുക, കറക്ഷൻ എന്തെങ്കിലും രീതിയിലുള്ള മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള എല്ലാവരും തന്നെ കറക്ഷൻ വിൻഡോ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചോ. ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ വീഡിയോസ് മുഴുവൻ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ചാനലിലെ വീഡിയോസ് ഒന്ന് കയറി കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് വേണ്ട ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിക്കോളും. എന്നിട്ടും നിങ്ങളുടെ സംശയം മാറുന്നില്ല എന്നാണെങ്കിൽ നമുക്കിത് 8281223366 എന്ന് പറഞ്ഞ നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഫാക്കൽറ്റീസിനെ ആരെ വേണമെങ്കിലും ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ താഴെ ഒന്ന് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി, ഞങ്ങൾ തന്നെ നിങ്ങൾ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. കൂടാതെ ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളി ക്ലാസ് ഒക്കെ കേട്ട്, നല്ല ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഒക്കെ കേട്ട്, കൂടാതെ മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രിന്റ് എടുത്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകളൊക്കെ വായിച്ച് പഠിച്ച് നമ്മുടെ ടീച്ചേഴ്സിന്റെ വീക്കിലുള്ള ലൈവ് മെന്റർഷിപ്പ് സെഷനും മോട്ടിവേഷൻ സെഷനും സ്ട്രാറ്റജി സെഷനും ഒക്കെ കൂട്ടി നല്ലൊരു അടിപൊളി സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാനായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ അശ്വ ബാച്ചിന്റെ ഭാഗമാവുക. നല്ല അടിപൊളി ബാച്ചാണ്. നിങ്ങൾക്ക് വേണ്ട സകല കാര്യങ്ങളും എന്താണ് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ നമ്മുടെ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. നമുക്ക് ഒരു ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ടാവും. ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസിന്റെ ട്രയൽ ക്ലാസ് ഉണ്ടാവും, ട്രയൽ നോട്ട് ഉണ്ടാവും. ഇതെല്ലാം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മളുടെ ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. ഇതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ ആ ആപ്പ് ഒന്ന് കണ്ടു നോക്കുക, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ ചാനൽസ് എല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. യൂട്യൂബ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സകല സാധനങ്ങളും, കറണ്ട് അഫെയർ ലൈവുകളും, അതുപോലെ തന്നെ ഡെയിലി വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾക്ക് കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവുകളും തുടങ്ങി നിങ്ങൾക്ക് ഒരു പരീക്ഷ ക്രാക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ലഭിക്കുന്നതാണ്. നമ്മുടെ ടെലിഗ്രാം ചാനലിലാണെങ്കിൽ ബോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസ് ഉണ്ട്, അപ് ടു ഡേറ്റ് ആയിട്ട് വരുന്ന നോട്ടീസസിന്റെ PDF കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. അവിടെയും കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ മക്കളെ, ആവശ്യത്തിലധികം സമയം നമ്മുടെ മുന്നിലുണ്ട്. ഗ്രൂപ്പ് ഡി പരീക്ഷ നല്ല അടിപൊളിയായിട്ട് തന്നെ പഠിച്ചോളുക. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. കാരണം 10th ലെവൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ പ്രധാനമായിട്ട് നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും. കൺസിസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യില്ല. ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ 90% പേരും കൺസിസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പൊ ബാക്കിയുള്ള ഒരു 10% നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോ നിങ്ങൾ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.